വീണ്ടും വീണ്ടും നമ്മൾ വിചാരണ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. ആ വിചാരണയാണ് ഇത്തരമൊരു സംഗമത്തിൽ റമദാനിന്റെ പുണ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. സ്വയം എത്ര ഒരാൾ വിചാരണ ചെയ്തിട്ടുണ്ടോ അത്രയും അയാൾക്ക് വരാനിരിക്കുന്ന വിചാരണ എളുപ്പമായിരിക്കും. സ്വന്തത്തെക്കുറിച്ച് പുനരാലോചിക്കാൻ, പ്രവർത്തനങ്ങളെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരമായി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നാളെ അവിടെയും നേരിടാനുള്ള ചോദ്യം അതാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അയാൾക്ക് വളരെ എളുപ്പമായിരിക്കും. നോമ്പുകാലത്തിന്റെ ഒരു പ്രത്യേകത ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്, നമ്മളെ ആലോചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നിയ ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെയാണ് റമദാനിൽ നമ്മൾ നിയന്ത്രിക്കുന്നത്. ഭക്ഷണമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ 11 മാസം ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷെ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഭക്ഷണം അല്ല വലുത് എന്ന് നമുക്ക് മനസ്സിലായി. വെള്ളമില്ലാതെ, ജലപാനമില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതാണ് നോമ്പ്. തൊട്ട് മുമ്പിൽ തെളിർജലമുണ്ടെങ്കിലും, നല്ല തണുത്ത കുടിനീര് ഉണ്ടെങ്കിലും നമുക്കത് വേണ്ടാന്ന് വെക്കാൻ കഴിയുന്നത് വെള്ളമല്ല വലുത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടാണ്. നമ്മുടെ മനസ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ശരീരത്തിന്റെ ആവശ്യങ്ങൾ, ഇങ്ങനെ കുറെ സംഗതിയുണ്ട്. ഇതൊക്കെയാണ് വലുത് എന്ന് വിചാരിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതൊന്നും വലുതല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നോമ്പുകാലത്താണ്. അതിനേക്കാളൊക്കെ പ്രധാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജോലി, വീട്, കുടുംബം എത്ര പ്രധാനമാണ്. എത്ര സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. വീട്, കുടുംബം എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. ജോലി എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതാണ്. ജോലി എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതാണ്. വീട്, കുടുംബം എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. ഇത് മൂന്നും നിർത്തിവെക്കാനാണ് എത്തിക്കാഫിരിക്കുന്ന ഒരാളോട് അല്ലാഹു പറയണത്. അപ്പൊ ഏറ്റവും വലുത് എന്ന് തോന്നുന്ന സംഗതികളെ വരെ തൽക്കാലത്തേക്ക് അവിടെ നിർത്തിവെച്ച് ഒന്ന് ചെന്ന് നോക്കുക പോലും ചെയ്യാതെ പള്ളിമൂലയിൽ സർവ്വ ഭൗതിക ബന്ധങ്ങളും സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഒരാൾ ഇരിക്കുന്നൊരു രംഗം ആലോചിച്ച് നോക്കൂ. ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിപ്പിക്കുന്നുണ്ട് റമദാൻ. ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് റമദാൻ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആമിർ ബിൻ അബ്ദില്ല എന്ന വളരെ പ്രശസ്തനായ ഒരു മഹാപണ്ഡിതനുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അദ്ദേഹം സ്വഹാബികളുടെ കൂടെ ജീവിച്ച ഒരാളാണ്. സ്വഹാബിയല്ല, സ്വഹാബികളിൽ പലരും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരാണ്. ആമിർ ബിൻ അബ്ദില്ല. നിങ്ങൾ ആ പേര് ഓർമ്മിച്ചു വെക്കണം. കാരണം ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പേരാണത്. ആമിർ ബിൻ അബ്ദില്ല വിശ്രുതനായൊരു പണ്ഡിതനാണ്. അങ്ങേയറ്റത്തെ തഖ്വയുള്ളൊരു പണ്ഡിതനാണ്. ഭൗതിക ജീവിതം സ്വാധീനിക്കാത്ത ഒരു സത്യവിശ്വാസിയാണ്. ഭൗതിക ജീവിതത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമാണത്. നമ്മളെ നിരന്തരമായി മോഹിപ്പിക്കുന്നുണ്ട് ദുനിയാവ്. ആ ദുനിയാവിന്റെ മോഹിപ്പിക്കലിൽ നിന്നൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ, എത്ര വലിയ മോഹങ്ങളെയും പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഭാഗ്യവാനാണ് അയാൾ. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾ? ഈ പറയുന്ന ആൾക്ക് അതിനുള്ള ബാധ്യത, അതിനുള്ള ഒരുപക്ഷെ അതിനുള്ള യോഗ്യത ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇരിക്കുന്നവരിൽ പലരുമുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന അഗ്ബത ഔലിയാഇ ഇൻദി. ഒരു ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ, ഔലിയാക്കൾ എന്നാ പറഞ്ഞത്. അവരാരാന്നറിയോ? ഒരു സദസ്സിൽ അവർ വന്നാൽ എല്ലാവരും അവരങ്ങനെ നോക്കൂല. കാരണം അവരത്ര ഫേമസ് ഒന്നുമില്ല. ഒരു സദസ്സിൽ അവർ വന്നിട്ടില്ലെങ്കിൽ എന്തേപ്പം അയാൾ വരാതിരുന്നു എന്ന് ആരും അന്വേഷിക്കൂല. കാരണം അത്ര പ്രസിദ്ധനല്ല, അത്ര പ്രധാനപ്പെട്ട ഒരാളൊന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നതായി റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അവർ ഔലിയാക്കളാണ്.
പ്രസിദ്ധരല്ലാത്തവരാണവർ, ഔലിയാക്കൾ. എന്നാൽ അവരെങ്ങാനും ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയാൽ ഒരുപാട് സമ്പത്ത് അനന്തര സ്വത്തായി അവർ ബാക്കി വെക്കുകയില്ല. കുറെ സമ്പത്തൊന്നും ഉണ്ടാവില്ല, കുറെ മക്കളുടെ, കുറെ തലമുറകളുടെ സമ്പാദ്യമൊന്നും അവർക്കുണ്ടാവില്ല. പക്ഷേ നിറഞ്ഞ ഇബാദത്തുകളുടെ സമ്പാദ്യവുമായി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നവരാണവർ. ആമിർ ബിൻ അബ്ദില്ല, അദ്ദേഹം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത്, വളരെ തീവ്രമായ കഠിനമായ വേദനയിൽ പുളയുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും ചുറ്റും ഇരുന്നിട്ട് കരയുന്ന ഒരു സമയത്ത്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപാടെ അദ്ദേഹത്തിന്റെ ശ്രമം കുടുംബത്തോട് പറഞ്ഞു, എന്റെ കൈയൊന്ന് പിടിക്കൂ. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണ് കൈ പിടിക്കുന്നത്? നിനക്കൊന്ന് എഴുന്നേൽക്കണം. എന്തിനാണ് എഴുന്നേൽക്കുന്നത്? എനിക്ക് പള്ളിയിലേക്ക് പോകണം. അപ്പൊ കുടുംബത്തിലുള്ള എല്ലാവരും തടഞ്ഞു, ഈ അവസ്ഥയിൽ പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിന് വിളിച്ചിട്ട് ഞാൻ അതിന് ഉത്തരം നൽകാതിരിക്കുകയോ? എന്റെ കൈ പിടിക്കൂ. രണ്ടാളുകൾ അദ്ദേഹത്തെ താങ്ങിയെടുത്തു. അദ്ദേഹം ഇമാമിനോടൊപ്പം ഒരു റക്അത്ത് നിസ്കരിച്ചു. പിന്നീട് സുജൂദിലേക്ക് വീണ് മരണപ്പെട്ടു. ആമിർ ബിൻ അബ്ദില്ല. എത്ര മനോഹരമായ ഒരു മരണമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. ഉപ്പയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം കരഞ്ഞുപോകും. കാരണം അള്ളാഹുവിനോടുള്ള ആത്മബന്ധം എത്ര പ്രധാനമായി ജീവിതത്തിൽ സൂക്ഷിക്കാമെന്ന് കുടുംബത്തിന് മുഴുവനും മക്കൾക്ക് മുഴുവനും കാണിച്ചു കൊടുത്ത ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു ആ പിതാവ്. അപ്പൊ അദ്ദേഹം പറയും, ഉപ്പാക്ക് അസുഖം വന്ന് കിടക്കുന്ന സമയത്ത് അവസാനം ഉപ്പ ഞങ്ങളോട് പറഞ്ഞു, എന്റെ കൈയൊന്ന് പിടിക്കൂ. ഞങ്ങൾ കൈ പിടിച്ചു. ഉപ്പ മെല്ലെ ഇരുന്നു. എന്നിട്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു. അവസാനത്തെ വചനമായിരുന്നു അത്. ഉപ്പ മരിച്ചു വീണു. ഉപ്പ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, എനിക്കങ്ങനെ മരിക്കണമെന്ന്. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയണമെന്ന് ഞങ്ങളുടെ പ്രിയങ്കരനായ ഉപ്പ പറയാറുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഉർവത്ത് ബിൻ സുബൈർ എന്ന വിശ്രുതനായൊരു പണ്ഡിതനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും സ്വഹാബികളുടെ കൂടെ ജീവിച്ച ആളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുജത്തി അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഉർവത്ത് ബിൻ സുബൈർ ജീവിതത്തിൽ എന്നും പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നത് നോമ്പുകാരനായിരിക്കെ സുജൂദിൽ കിടന്ന് മരിക്കണം. അതാണ് പ്രാർത്ഥന. നോമ്പുകാരനായിരിക്കെ സുജൂദിൽ കിടന്ന് മരിക്കണം. നോമ്പുകാരനായിരിക്കെ സുജൂദിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. എത്ര ഹൃദ്യമായ മരണമാണ് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ശരി, ഈ വ്രതം, നോമ്പുകാലം, അങ്ങനെ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ചുള്ള ആലോചനയാണ് ജീവിതത്തിൽ നിറച്ചു വെക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള ആലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്താണ് എന്ന് വെച്ചാൽ, ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകളിൽ നിന്ന്, അമിതമായ ആശങ്കകളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന് നമ്മൾക്കതൊരു മോചനമാകുന്നു എന്നുള്ളത്. ഹൃദയം തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൃദയം ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിനൊരു തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, വമാ ജലാഉഹാ യാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ അതിനുള്ള മരുന്ന്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത 2 മരുന്നുകളുണ്ട്. ഏതാണ് ആ 2 മരുന്നുകൾ? ഒന്ന് കസ്റത്തു ദിക്രിൽ മൗത്ത്, കസ്റത്തു ദിക്രിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് നല്ലോണം ആലോചിക്കുക. അതെന്താ അങ്ങനെ? ഹൃദയം ഉണരാനുള്ള വഴിയാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുക. മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളുടെ ഹൃദയത്തില്
രോഗങ്ങൾ പിടിപെടുകയില്ല. ഹൃദയ രോഗങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അസൂയ, അഹങ്കാരം, ധിക്കാരം, ശത്രുത, കോപം, ഇങ്ങനെ പാടില്ലാത്ത കുറെ അസുഖങ്ങളുണ്ട്. അതൊക്കെ പിടിപെടുന്നത് ഹൃദയത്തിനാണ്. മരിക്കുന്നതിനെക്കുറിച്ച് ധാരാളമായി ആലോചിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ അസൂയക്ക് എന്ത് സ്ഥാനമാണുള്ളത്? എന്ത് സ്ഥാനം? മരണത്തെക്കുറിച്ചുള്ള നിതാന്തമായ ചിന്ത അലയടിക്കുന്ന ആ ഒരു ഹൃദയത്തില് അഹങ്കാരത്തിന്, അസൂയക്ക്, കോപത്തിന്, പകയ്ക്ക് എന്തു സ്ഥാനമാണുള്ളത്? സ്വർഗാരാമങ്ങളിൽ നിന്നുള്ള പൂമണമേറ്റ് കഴിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉള്ളില് ഒരാളോട് ശത്രുതയ്ക്ക് എങ്ങനെ സ്ഥാനമുണ്ടാകാനാണ്? അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഹൃദയം ഉണരാനുള്ള വഴി മരണത്തെ ആലോചിക്കാണ്. രണ്ടാമതായി പറഞ്ഞത് എന്താണെന്നറിയോ? തിലാവത്ത് അൽ ഖുർആൻ. ധാരാളമായി ഖുർആനുമായുള്ള ഒരു ആത്മബന്ധമുണ്ടാക്കുക. വായിച്ചു പോകലെന്നുള്ളത് ഖുർആനുമായുള്ള ഒരു ആത്മസൗഹൃദമാണത്. ഖുർആനുമായി നമ്മളൊരു കുറച്ചു കാലം അകന്നു നിന്നാൽ അറിയാം, നമ്മുടെ ഹൃദയം വല്ലാതെ ഡ്രൈ ആയി പോകും. വല്ലാതെ ഡ്രൈ ആയി ഉണങ്ങിപ്പോവും. ഉള്ളിലൊരു വേനൽക്കാലമായിരിക്കും. എന്നാൽ ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധമുള്ള ഒരാളുടെ ഉള്ളിൽ ഒരു മഴക്കാലം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ അയാൾക്ക് ഉത്തരങ്ങൾ കിട്ടും, ആശങ്കകൾ ഉണ്ടാവില്ല. ഹൃദയത്തിന് പിടിപെടാവുന്ന രോഗങ്ങളിൽ നിന്ന് അയാൾ മോചിതനാവുകയും ചെയ്യും. ഒരാൾക്കും അയാള് ആരെങ്കിലും വിചാരിക്കുന്ന വഴിയിലൂടെ തെളിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഖുർആൻ പഠിച്ചവൻ അല്ലാത്തവൻ എന്ത് ചോദ്യം? ഖുർആൻ പഠിച്ചവനെ ആരെങ്കിലും നയിക്കുന്ന വഴിയിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ആരെങ്കിലും കണ്ണും കയ്യും കാട്ടുമ്പോഴേക്ക് അവരുടെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടില്ല. കാരണം അവന് ചോദ്യങ്ങളുണ്ടാവും, അവൾക്ക് ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആനുമായുള്ള ബന്ധവും മരണത്തെക്കുറിച്ചുള്ള ആലോചനയും ഒരേ സമയം ഹൃദയ രോഗങ്ങളിൽ നിന്നുള്ള മോചനമാണ്, തിന്മകളിൽ നിന്നുള്ള മോചനവുമാണ്, പാപങ്ങളിൽ നിന്നുള്ള മോചനമാണത്. നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും? അവസാനത്തെ ഒരു നിമിഷം എങ്ങനെയായിരിക്കും ആ നിമിഷം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണത്. എന്റെ അവസാനത്തെ നിമിഷം, ഈ ലോകത്ത് ഞാൻ കഴിച്ചു കൂട്ടുന്നതിലെ അവസാനത്തെ സെക്കൻഡ്, ആ സെക്കൻഡിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി, ഒരുപാട് ആളുകളോടുള്ള ശത്രുത മനസ്സിൽ ബാക്കിയാക്കി, ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകാനാണ് നമ്മുടെയൊക്കെ വിധിയെങ്കിൽ എത്ര മോശപ്പെട്ടൊരു മരണമാണ് എന്നാലോചിച്ചു. ഒരു സഹാബിയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്. 3 പ്രാവശ്യം പറഞ്ഞു. സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണുമോ? അയാൾ ഇപ്പൊ വരും. സഹാബികളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു എന്നാണ്. അപ്പണ്ട് ഒരാൾ ഇങ്ങനെ വരുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു നാടൻ കാക്കയെ കുറിച്ച് ആലോചിച്ചു നോക്കുക. ഒരു നാടൻ സാധാരണക്കാരനായൊരു മനുഷ്യൻ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന്. സാധാരണ ചെരുപ്പ് കയ്യിൽ പിടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും സാധാരണത്വമുള്ള, ലാളിത്യമുള്ള ആളുകളാണ് ചെയ്യുക. ഇദ്ദേഹം ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കടന്നു വരുന്നു എന്നാണ് ഹദീസിൽ പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയണേ സ്വർഗത്തിലാണ്. 3 പ്രാവശ്യം പറഞ്ഞു. മറ്റൊരിക്കൽ വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? സഹാബികളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. ഇനി ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുന്ന ആളാണ് എന്ന്. അപ്പോഴും വന്നത് ഈ സാധുവായ സഹാബിയായിരുന്നു. 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. അപ്പൊ സഹാബികൾക്ക് ഒരു ചിന്ത, എന്തായിരിക്കും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്? നമ്മളൊന്നും ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. അതെന്താണ് എന്നറിയാൻ സഹാബികൾ അംർ റളിയല്ലാഹു അൻഹുവിനെ ഇദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അംർ ബിൻ അബ്ദില്ല. അങ്ങനെ ആ സ്വഹാബി അദ്ദേഹത്തിന്റെ കൂടെ പോയി 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു എന്നാണ്. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പ്രത്യേകിച്ച് സാധാരണ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നതായിട്ട് കണ്ടില്ല. 3-ാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ റസൂൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, താങ്കളെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിലാണ്. അതെന്തുകൊണ്ടായിരിക്കുമെന്നറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം, സ്വർഗത്തിലാണ് എന്ന് കേട്ടപ്പോൾ. അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ, കൂടുതലൊന്നും ചെയ്യുന്നില്ല.
എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അങ്ങനെ അംർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് തിരിച്ചു പോന്നു എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇദ്ദേഹം തിരിച്ചു വിളിക്കുന്നുണ്ട്. ഒരു നിമിഷം, ഒരു കാര്യം പറയാനുണ്ട്, എന്നെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? ഇത്രയേ ഉള്ളൂ, എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും ഒരു മോശമായ ചിന്ത ഉണ്ടാകാറില്ല. അദ്ദേഹം പറഞ്ഞതാണ്, എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും, ഇനിയിപ്പോ ആരെങ്കിലും ഒരാളെക്കുറിച്ച് വന്ന് പറഞ്ഞാൽ പോലും എന്റെ ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറ്റൊരു ചെവിയിലൂടെ പുറത്തു കളയുന്നു, ഞാനത് സൂക്ഷിക്കാറില്ല. ഒരാളെക്കുറിച്ചും എന്റെ മനസ്സിലൊരു ശത്രുതയില്ല, ഒരാളോടും എന്റെ മനസ്സിലൊരു പകയില്ല, ഒരാളും എന്റെ ശത്രുവല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അംർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാണോ അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണമെന്ന്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറ്റെന്താണ്, അതന്നെയാണ് സ്വർഗത്തിൽ പോകാനുള്ള കാരണം. അന്നാലോചിച്ചു നിങ്ങള്, ഹൃദയത്തിന്റെ ഉണർച്ചയാണത്, മനസ്സിന്റെ വിശുദ്ധിയാണത്. അപ്പോ ജീവിതമാകെ സംശുദ്ധമാകുന്നത്, ഹൃദയരോഗങ്ങളിൽ നിന്ന് ജീവിതം ശുദ്ധമാകുന്നത്, തിന്മകളിൽ നിന്ന് ജീവിതം കരകയറുന്നത് അവസാനത്തെ ഒരു സെക്കൻഡിനെ കുറിച്ചുള്ള ആലോചനയാണ്. അത് മരണമാണ്. അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഒരു ഇസ്ലാമിക പ്രഭാഷകനും പണ്ഡിതനുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സംഭവം ഈ വിഷയം പറയുമ്പോൾ വളരെ പ്രധാനമാണ്. അതിങ്ങനെയാണ്, ഒരു യുവാവ്, ചെറുപ്പക്കാരനാണ്, യൗവനത്തിലേക്ക് എത്തുന്നതേയുള്ളൂ, കൗമാരപ്രായമാണ്. അവന് നിരന്തരമായി ഇന്റർനെറ്റുമായി ബന്ധമുള്ള ഒരു കുട്ടിയാണ്. ഇന്റർനെറ്റുമായി വളരെ അടുത്ത ബന്ധം, അതിന്റെ എല്ലാ ഇഴപിരിവുകളിലേക്കും അവൻ എത്തിയിട്ടുണ്ട്, അതിന്റെ എല്ലാ സൂത്രങ്ങളും അവൻ അറിയാം. അവൻ പതുക്കെ പതുക്കെ ഇന്റർനെറ്റിലൂടെ തുറന്നിട്ടിരിക്കുന്ന വിശാലമായ തിന്മയുടെ വലിയ ഒരു കടലുണ്ട്, ആ കടലിലേക്ക് അവൻ പ്രവേശിച്ചു. പാപത്തിന്റെ ഒരു മഹാസമുദ്രമുണ്ട്, അവിടേക്ക് അവൻ ചെന്നുപെട്ടു. അവനതിൽ നിന്ന് കരകയറാനാകാത്ത വിധം അവനതിൽ പെട്ടുപോയി. പലതരത്തിലുള്ള അശ്ലീല വെബ്സൈറ്റുകളുടെ കൂട്ടായ്മകളുണ്ട്, ആ കൂട്ടായ്മകളിലൊക്കെ അവൻ അംഗമായി. ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളുണ്ട്, അശ്ലീല ദൃശ്യങ്ങള്, ചെറിയ ചെറിയ വീഡിയോസ്, ചിത്രങ്ങൾ, ഇതൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. ആ കമ്പനികളുമായി ഇവൻ അടുത്ത ബന്ധമായി. ആ ബന്ധത്തിലൂടെ അവന്റെ ഇമെയിലിലേക്ക് നിരന്തരമായി അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോയും വരാൻ തുടങ്ങി. സ്വാഭാവികമായി അവനിത് കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, അവന്റെ കൂട്ടുകാരോട് അവൻ പറയാൻ തുടങ്ങി, എനിക്കിങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അവർക്ക് ചിലതൊക്കെ കാണിച്ചു കൊടുക്കാനും തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കും വേണമെന്നവർ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ് എനിക്ക് തരണം. അങ്ങനെ നിങ്ങളൊരു 100 ആളുകളുടെ ഇമെയിൽ അഡ്രസ് എനിക്ക് എത്തിച്ചു തന്നാൽ പിന്നെ എനിക്ക് വരുന്ന വീഡിയോസൊക്കെ ഫ്രീ ആയിരിക്കും, പിന്നെ ഞാനതിന് പൈസ കൊടുക്കണ്ട, പേയ്മെന്റ് കൊടുക്കണ്ട. അങ്ങനെ 100 ആളുകളുടെ ഇമെയിൽ അഡ്രസ്സുകൾ ഇവർ ശേഖരിച്ചു. എന്നിട്ട് ഇവന് കൊണ്ടുവന്നു കൊടുത്തു. ഇവനത് ഇവർക്ക് അയച്ചു കൊടുത്തു. ഇവന് വരുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഫോർവേഡ് എന്ന ഒരു സിസ്റ്റമുണ്ട്. ഇവന് വരുന്ന വീഡിയോസ് അതേപടി ഇവർക്കെത്തും. ഇവൻ ഫോർവേഡ് ചെയ്യണ്ട, അത് വരുന്ന വഴിക്ക് ഇവർക്ക് കൂടി, ഈ 100 ആളുകൾക്ക് കൂടി അത് എത്തും. ഇതാണ് ആ സംവിധാനം. ഇങ്ങനെ എത്രയോ മാസങ്ങൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസ്, ഒരുപാട് ചിത്രങ്ങൾ ഇവന്റെ മെയിലിലേക്ക് വരുന്നു. അത് കൂടുതൽ ആളുകളിലേക്ക് പോകുന്നു. ഈ 100 ആളുകളിൽ ഓരോരുത്തരും വീണ്ടും 100 ആളുകളെ ഉണ്ടാക്കുന്നു. അങ്ങനെ 100, 1000-ആയി, 10,000-ആയി, അതിലേറെ സംഖ്യയായി ഇതൊരു വലിയ നെറ്റ്വർക്കായിട്ട് ഇങ്ങനെ മാറുകയാണ്. അതിന്റെ സ്രോതസ് ഇവനാണ്. ഇവന്റെ മെയിൽ ഐ ഡിയിലേക്കാണ് ഈ വീഡിയോസ് വരുന്നത്. അതിനിടയിൽ ഇവൻ മരിച്ചുപോയി. ഇവൻ മരിച്ച ആ ദിവസം പോലും വീഡിയോസ് വന്നിട്ടുണ്ട്. ഈ കൂട്ടുകാർക്കൊക്കെ വല്ലാത്ത മനോവേദനയായി. കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് സംഗതി വിട്ടുപോയി.
ഇവർക്കൊക്കെ വല്ലാത്ത സങ്കടമായി. ഇവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടു. ഇനി ആ വീഡിയോ അയക്കരുത്, ആ ആള് ഈ ലോകത്തിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്, ഇനി നിങ്ങൾ ആ വീഡിയോ അയക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, അയാളുടെ പാസ്വേഡ് നിങ്ങൾക്കറിയുമോ? ഇല്ല, ഞങ്ങൾക്കറിയൂല. എന്നാൽ ഇനി 9 വർഷം കൂടി ഈ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് പറഞ്ഞത്. ഇനി 1 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ, 10 വർഷത്തേക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി 9 വർഷം കൂടി ഈ വീഡിയോ തടയാൻ യാതൊരു മാർഗവുമില്ല. എങ്ങനെയുണ്ട് ആ മരണം? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത്, ഒരുപക്ഷെ അത്തരത്തിലുള്ള കേടുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ അങ്ങനെയുള്ള പാപങ്ങളുടെ കേടുകളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന് ശുദ്ധമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പലതരത്തിലുള്ള ഹൃദയ രോഗങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ആ മരണം എങ്ങനെയായിരിക്കും? അസൂയ ഹൃദയ രോഗമാണ്. എത്ര കഠിനമായ രീതിയിലാണ് റസൂലുള്ളാഹി അതിനെ കുറിച്ച് പറഞ്ഞത്. അഹങ്കാരം ഹൃദയത്തിന്റെ രോഗമാണ്. ഏറ്റവും ചെറിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന അണുമണിത്തൂക്കം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. ഏറ്റവും ചെറിയ ഒരു തൂക്കത്തെക്കുറിച്ച് പറയുന്നതിനാണ് അണുമണിത്തൂക്കം, മിസ്ഖാൽ ദർറ എന്ന് പറയാം. ഏറ്റവും വലിയൊരു ശിക്ഷയെക്കുറിച്ച് പറയാനാണ് സ്വർഗത്തിൽ പോകൂല എന്ന് പറയാം. ഇത് രണ്ടും പറഞ്ഞ ഒരു കാര്യമാണ് അഹങ്കാരം. അണുമണിത്തൂക്കം, അഹങ്കാരം ഉള്ളിലുള്ളവൻ സ്വർഗത്തിലേക്ക് പോവുകയില്ല. എക്സ്ട്രീമാണ്. 2 സംഗതിയിലും എക്സ്ട്രീമാണ്. സ്വർഗത്തിൽ പോവുകയില്ലവൻ, അണുമണിത്തൂക്കമെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഹൃദയ രോഗങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരാഗ്രഹമുണ്ട്. അത് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. പടച്ച തമ്പുരാനുമായുള്ളൊരു കൂടിക്കാഴ്ചയുടെ സൗഭാഗ്യമാണത്. നമ്മൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ നമുക്ക് ഉണ്ടായ ഒരു സൗഹൃദം, ഒരു നല്ല സുഹൃത്ത്, എത്രയോ കാലമായി അയാൾ നമ്മുടെ സുഹൃത്താണ്, പക്ഷെ ഇതുവരെയും നമ്മൾ അയാളെ കണ്ടിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കൂ, വർഷങ്ങളുടെ പരിചയമുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ആ ആളെ നമ്മൾ കാണുന്ന ഒരു ദിവസമുണ്ട്. എത്ര സന്തോഷമായിരിക്കും ആ ദിവസം, എത്ര ആനന്ദകരമായൊരു ദിവസമായിരിക്കും അത്. ഉറങ്ങൂല നമ്മൾ, ചങ്കിങ്ങനെ ഇടിക്കും സന്തോഷം കൊണ്ട്, അല്ലേ? കാരണം എന്താണ്? ഇത്ര കാലവും ഞാൻ സംസാരിച്ച ഒരാളാണ്, പക്ഷെ ആദ്യമായി കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും അള്ളാഹുവിനെ കാണുക എന്ന ഒരു സന്ദർഭം നമ്മുടെ മനസ്സിൽ സന്തോഷമായി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ആലോചിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന സമയമാകണമെന്ന് ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നേരം നിന്നെ നിന്നെ കാണുന്ന ആ സമയമാകണമേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്റെ ആയുസിന്റെ അവസാന കാലമാകണമേ. എന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഭാഗം അതിന്റെ അവസാനത്തെ ഭാഗമാക്കണമേ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. ശരി, ആമിർ ബിൻ അബ്ദുല്ല റഹിമഹുല്ലയെ കുറിച്ച് ഒരു ചെറിയ സംഭവം കൂടി പറയാം. അദ്ദേഹം അസുഖബാധിതനായി മരണക്കിടക്കയിൽ കിടക്കുന്ന മറ്റൊരു സന്ദർഭമാണ്. അതേ സന്ദർഭത്തിലാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പോക്കുണ്ടായത്. അതിന്റെ തൊട്ടു നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംസാരം ഇങ്ങനെയാണ്. അദ്ദേഹം കരയുന്നുണ്ട് എന്നാണ്. അദ്ദേഹം വല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി കരയുകയാണ്. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര കരയുന്നത്? മരണത്തെ ഇത്രയും പേടിയാണോ നിങ്ങൾക്ക്? ആമിർ, സുഹൃത്തുക്കൾ ചോദിച്ചു, മരണത്തെ ഇത്രയും പേടിയാണോ നിനക്ക്? അപ്പൊ അദ്ദേഹം പറയാണ്, മരണത്തെക്കുറിച്ചുള്ള പേടികൊണ്ടൊന്നല്ല ഞാൻ കരയുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടല്ല കരയുന്നത്, ഇവിടെ കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള പൂതി കൊണ്ടുമല്ല. ഞാൻ കരയുന്നതിന്റെ കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ കാര്യമായി ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞതാണത്. ഇവിടുന്ന് പോകുമ്പോൾ എന്റെ കയ്യിൽ കൊണ്ടുപോകാൻ കാര്യമായി ഒന്നുമില്ല, അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ യാത്രയാണ്. അള്ളാഹുവിനെ, മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. കാരണം അള്ളാഹുവിനെ കാണാനുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല അഭിലാഷം
സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മരണം സംഭവിച്ചേ തീരൂ. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. മരണത്തെ ഒരാൾ നിഷേധിക്കുന്നില്ല. നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ പിടഞ്ഞു വീഴുന്നു. കുഴഞ്ഞു വീണു മരിക്കുക എന്ന് ഉണ്ട് ചില പത്രങ്ങളിൽ. കുഴഞ്ഞു വീണ് മരിച്ചു. കുഴഞ്ഞു വീണിട്ടൊരു മരണമൊന്നുമില്ല, മരിച്ചു വീഴുകയാണ്. കുഴഞ്ഞു വീണിട്ട് എങ്ങനെ മരിക്കുക? ഞാൻ ചില നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് ചോദിച്ചു, കുഴഞ്ഞു വീണിട്ട് മരിക്കുമോ? അവർ പറഞ്ഞില്ല, മരിച്ചു വീഴണത്, മരിച്ചു വീഴുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട ഒരമ്മാവൻ മരണപ്പെട്ടു. ഇന്നലെ തിരുരങ്ങാടി PSMO കോളേജിൽ ധാരാളം വർഷം അദ്ദേഹം ലൈബ്രറിയനായി ജോലി ചെയ്തിരുന്നു. നല്ല മനുഷ്യപ്പറ്റുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരുപാട് ആളുകളുമായി നല്ല ബന്ധം. ഹരിജനങ്ങളായ ആളുകൾ പോലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു. ഇങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ച പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ കൂടിയായിരുന്നു എനിക്ക് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യ എത്രയോ കാലമായി രോഗം കൊണ്ട് വലയാണ്. എത്രയോ കാലമായിട്ട് രോഗമാണ്. ഇതുവരെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല ആ ഭാര്യയിൽ. അപ്പൊ ആ ഭാര്യ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഭർത്താവിനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് പിന്നെ ഈ 2ാമത്തെ ഭാര്യയിലാണ് കുട്ടികളുണ്ടായത്. അവരൊക്കെ ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികളാണ്. ഒരുപാട് വൈകിയിട്ടാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഈ 1ാമത്തെ ഭാര്യ എത്രയോ വർഷങ്ങളായി, ഒരു 10ഓ 40ഓ കൊല്ലമായിട്ട് രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് അസുഖങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തെ അവസാന കാലത്ത് നോക്കിയത്, കൂടെ നിന്നത്, മരുന്ന് കൊടുത്തത് ഈ ഭാര്യയായിരുന്നു. ആദ്യം വിട പറഞ്ഞത് ഭർത്താവായിരുന്നു. ആ ഭർത്താവിന് അവസാനം വെള്ളം കൊടുക്കാൻ 40 കൊല്ലമായി രോഗിണിയായി കഴിയുന്ന ആ ഭാര്യയുണ്ട്. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹൈനം മിൻ അദ്ദഹർ വകം മിൻ ഫതാ യുംസി വയസ്ബീഹു ലാഹിയ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എത്രയെത്ര രോഗമുള്ള ആളുകളാണ് എത്രയോ കാലം പിന്നെയും ജീവിക്കുന്നത്. എത്രയെത്ര ചെറുപ്പക്കാരാണ് രാവിലെയാകുന്നു വൈകുന്നേരമാകുന്നു അവരങ്ങനെ ജീവിക്കുന്നു. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവന്റെ കഫൻ പുടവ തൊട്ടപ്പുറത്ത് റെഡിയായിട്ടുണ്ട് എന്ന കാര്യം അവൻ ആലോചിക്കുന്നില്ലല്ലോ. ഇതാണ് മരണം. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തില് പല രീതിയിൽ മാതൃകയായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും പൊതുവായ കുറേ മാതൃകകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വ്യത്യസ്തനാണ് എല്ലാ കാര്യങ്ങളിലും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിന് ചുവട്ടില് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആകാശത്തിന് ചുവട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉമറിനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. പണ്ടുള്ള ആളുകള്, അനസ് റളിയല്ലാഹു അൻഹു പറയാ, പണ്ടുള്ള ആളുകള് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ ഉമറിനെയും അബൂബക്കറിനെയും സ്നേഹിക്കാൻ മക്കളോട് പഠിപ്പിക്കുമായിരുന്നു. ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ മക്കളെ അബൂബക്കർ സിദ്ദീഖിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്ന് പണ്ടുള്ള മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുമായിരുന്നു. അതാണ് ആ മാതൃകയുടെ മഹത്വം. പരലോകമെന്ന ഒരു യാഥാർത്ഥ്യം, യൗമുൽ ഹിസാബ് എന്ന ഒരു യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂ മൂസ, നമ്മള് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിഞ്ഞ ആളുകളാണ്, ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ്, ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് റസൂലിനെ സംരക്ഷിച്ച ആളുകളാണ്. നമുക്കതൊക്കെ മതിയില്ലേ? പരലോകത്ത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കൂലേ? നമ്മൾ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടൂലേ എന്ന്. അപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, ആരാണ് അദ്ദേഹം? ഉമറിനോളം പ്രസിദ്ധനായ ഒരു സഹാബിയൊന്നുമല്ല, പക്ഷേ ഉമറിന്റെ വിനയമാണത്. സഹാബികളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള ആളുകളോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഒരിക്കലൊരു സഹാബിയോട് ചോദിച്ചു, എന്താണ് ഈ തഖ്വ?
ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ അവരെ വാരി പിടിച്ചിട്ട് പറയും, മക്കളെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ യാതൊരു തെറ്റും കലരാത്ത ജീവിതമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹ് കേൾക്കും. ഒരു കുരുവി പാട്ട് പാടുമ്പോൾ ആ കുരുവിയെ നോക്കിക്കൊണ്ട് പറയും, നിനക്ക് പാട്ട് പാടാം, കാരണം നിനക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല, നിനക്ക് പാട്ടും പാടി നടന്നാൽ മതി. ഞാനൊരു കുരുവിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇങ്ങനെ ജീവിതത്തെ വല്ലാതെ പരലോകം കൊണ്ട് സ്വാധീനിക്കപ്പെട്ട ജീവിതമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. വല്ലാതെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു കാലത്ത് എല്ലാ ജോലിക്കാർക്കും ശമ്പളം കൂട്ടി. പക്ഷെ ഖലീഫയുടെ ശമ്പളം മാത്രം കൂട്ടിയില്ല. അദ്ദേഹം ശമ്പളം കൂട്ടിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അദ്ദേഹത്തിന്റെ വീട് കഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ കുറച്ച് സ്വഹാബികൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അപ്പോ ഈ സ്വഹാബികളെല്ലാം കൂടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഉമറിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറയാൻ പറഞ്ഞു, ശമ്പളം നിങ്ങളുടേതും കൂട്ടണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഹഫ്സ, നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് എനിക്കറിയാം. നിന്റെ ഭർത്താവായിരുന്നില്ലേ അള്ളാഹുവിന്റെ റസൂൽ? ആ റസൂലിന് എത്ര വസ്ത്രമുണ്ടായിരുന്നു? എത്ര വസ്ത്രമുണ്ടായിരുന്നു? പറയ്, എത്ര വസ്ത്രം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത്? ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 1 2 3 ഏതായാലും ഇല്ല, 2 കൂടുതലില്ല. അല്ലേ? നിന്റെ ഭർത്താവായ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്ന് പറയൂ. ഏറ്റവും നല്ല ഭക്ഷണം, അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. റസൂലിന്റെ പ്രിയതമയായ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹുവിന്റെ മകൾ, പറഞ്ഞു കൊടുത്തു, കട്ടിയില്ലാത്ത പത്തിരിയും. ഇതാണ് നമുക്ക് മടുത്തുപോയ ഭക്ഷണമാണ്, നമ്മൾക്ക് മടുത്തുപോയ ഭക്ഷണമാണ് കട്ടിയില്ലാത്ത പത്തിരി. ഇതാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അവരൊന്നും അനുഭവിക്കാത്തൊരു സുഖം എനിക്ക് വേണ്ടാന്ന്. ഇതായിരുന്നു മറുപടി. അപ്പോ അത്രയധികം ദുനിയാവ് സ്വാധീനിക്കാതിരിക്കുകയും പരലോകം സ്വാധീനിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആളാണെങ്കിലും നമുക്കിതൊക്കെ പ്രസംഗിക്കാനുള്ള വിഷയമാണ്. ദുനിയാവിനോടുള്ള പ്രേമവും ദുനിയാവിനോടുള്ള അനുരാഗവും ഉള്ളിൽ തിളച്ചുമറിയുന്നവരാണ് നമ്മൾ. പ്രസംഗിക്കാൻ എന്ത് ബാധ്യത, എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഇത്രയും വലിയ മഹാരഥന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പോലുമുള്ള യോഗ്യതയില്ലാത്ത ആളുകളാണ് നമ്മൾ. ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്അരി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോ നമ്മളൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, നമ്മൾ റസൂലിന്റെ കൂടെ ജീവിച്ച ആളുകളല്ലേ, ഒരുപാട് ത്യാഗം സഹിച്ച ആളുകളല്ലേ, അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? ഉമറിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അവയ്ക്കെല്ലാം നമ്മൾ ചെയ്ത എല്ലാ ത്യാഗങ്ങൾക്കും നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും റസൂലിന്റെ കൂടെ നിന്ന് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കും കൂലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. കോട്ടങ്ങളില്ലാതെ ഈ ലോകം വിട്ടുപോകാനും അള്ളാഹുവിന്റെ തിരുമുഖം കാണാനുമുള്ള അവസരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളോടൊക്കെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന ഒരു സമയത്ത് ആ മാറ്റി നിർത്തപ്പെട്ട ആള് ഞാനാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ആരാ പറയുന്നത്? സ്വർഗം ഉണ്ട് എന്ന് സന്തോഷ വാർത്ത കിട്ടിയ ഉമറ പറയുന്നത്.